കാലടി സംസ്കൃത സർവകലാശാലയിൽ ഡിഗ്രി പാസ്സാകാത്ത വിദ്യാർത്ഥിക്ക് പിജിക്ക് പ്രവേശനം നൽകിയതിൽ ഗവർണറുടെ ഇടപെടൽ. വിദ്യാർത്ഥിയെ BFA പരീക്ഷ ജയിപ്പിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ തടഞ്ഞു. VCയും പരീക്ഷാ കൺട്രോളറും വിശദീകരണം നൽകണം. ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകൾ ഹാജരാക്കാനും VCക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഗോപാൽ ശിലാസനാണ് ചേരുന്നത്. ഗോപാൽ, എന്താണ് വിശദാംശങ്ങൾ? ഏത് രീതിയിലാണ് ഇപ്പോൾ ഗവർണറുടെ ഇടപെടൽ? വിനീത, കാലടി സംസ്കൃത സർവകലാശാലയിൽ 2005 BFA പാസ്സാകാത്തതിനാൽ പഠനം ഉപേക്ഷിച്ച ഒരു വിദ്യാർത്ഥി, അയാൾ പിന്നീട് 2021 ആ സർവകലാശാലയിൽ ഈ BFA പാസ്സാകാതെ തന്നെ MFAക്ക് അഡ്മിഷൻ എടുക്കുകയായിരുന്നു. MFAക്ക് 23 അയാൾ പാസ്സാവുകയും ചെയ്തു. തുടർന്ന് BFA തോൽക്കുകയും MFA ജയിക്കുകയും ചെയ്ത ഇയാളെ മാസ്റ്റേഴ്സ് ഡിഗ്രി ജയിച്ചതിനാൽ തന്നെ BFA കൂടി ജയിപ്പിക്കാം എന്ന സിൻഡിക്കേറ്റ് യോഗം ഒരു വിചിത്രമായ തീരുമാനം എടുക്കുകയായിരുന്നു. VC KK ഗീതാകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തന്നെയാണ് ഈ തീരുമാനമെടുത്തതും. ഈ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഈ തീരുമാനത്തിനെതിരെ ചാൻസലറെ സമീപിച്ചു. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആ തീരുമാനം റദ്ദാക്കണമെന്നും VCയും പരീക്ഷാ കൺട്രോളറും അടിയന്തരമായി തന്നെ രേഖാമൂലം വിശദീകരണം നൽകണമെന്നും ഗവർണർ നൽകിയ അറിയിപ്പിൽ പറയുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തു, എങ്ങനെയാണ് 20 വർഷത്തിന് ശേഷം ഒരാളുടെ PGക്ക് ഇത്തരത്തിലേക്കൊരു അട്ടിമറി നടക്കുന്നത് എന്ന് രേഖാമൂലം നൽകണമെന്നും എല്ലാ രേഖകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ലോക് ഭവനിൽ ഹാജരാക്കണമെന്നും ഗവർണറുടെ നിർദ്ദേശത്തിൽ പറയുന്നു. ശരി, ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകി.